അങ്ങനെ മക്കളെ, മകളുടെ കല്യാണം കൂടാൻ ഉമ്മയും മക്കളും കുട്ടികളൊക്കെ പാടെ എന്താക്കാൻ പോവാണ്, ബസ്സിൽ കയറാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഞാനിതിൽ വോയിസ് ഓവർ കൊടുക്കുകയാണ്. ഒരിക്കലും ഈ വീഡിയോയിൽ ഞാനില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫ്രണ്ട്സ് എടുത്തുതന്ന വീഡിയോ ആണ്. ഞാൻ ഇപ്പോൾ പറയുന്നത്, ഞാൻ കാറിലിരുന്നിട്ടാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് നമ്മൾ പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടിയിട്ട്. കാരണം അവിടുത്തെ വിഷ്വൽ നിങ്ങൾക്ക് കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ തറവാട്ടിൽ നിന്ന്, അതായത് ഉമ്മയുടെ വീട്ടിൽ നിന്ന് അവിടുന്ന് കാരണവന്മാരും അതേമാതിരി അമ്മായിമാരും അമ്മാമാരൊക്കെ പോയെടുത്ത് വരുന്നുണ്ട് ബസ്. അതാ അവരൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ നമ്മളെ വീട്ടിൽ ഉപ്പാടെ ഫാമിലി ഉണ്ട്. അങ്ങനെ എല്ലാവരും പാടെ ഒരു കഷ്ടി ഒരു 40-42 പേരോളം ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തായൻ്റെ വൈഫും അതേമാതിരി ബിലാലിൻ്റെ വൈഫ്, ഷാനുവിൻ്റെ വൈഫ്, ഉമ്മ, പിന്നെ റീനുവിൻ്റെ വൈഫ്, അഫ്സലിൻ്റെ വൈഫ്, അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വൈഫുമാരും കൂട്ടിയിരിക്കുന്നത്. കാരണം ഞാൻ അവരോടൊക്കെ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇതൊരു ടൂറാണ്, അപ്പോൾ എന്തായാലും കൊല്ലത്തേക്കാണ്, അപ്പോൾ എല്ലാവരും പാടെ ഒരുമിച്ച് ഇങ്ങോട്ട് പോകുന്നോളേ അങ്ങനെ പറഞ്ഞാണ്. നമുക്കും അതിൽ പോകാൻ താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സിറ്റുവേഷൻ എന്താണ് ഇങ്ങനെയാണ്. കാരണം സിനുവിന് ഞാൻ ആ ബസ്സിൽ നമുക്ക് ആക്കാനൊരു പേടി, ഇനി അഥവാ വല്ല കൊണ്ട് ചാടും, ഇതാകുമ്പോൾ നമ്മൾ സേഫായിട്ട് കയറില്ല. അപ്പോൾ ഇപ്പോൾ കയറുന്നത് അമ്മായിയാണ്. പിന്നെ സോഫി അതെ ക്യാമറ പിടിച്ച് കയറുന്നുണ്ട്. സോഫിയുടെ അതിലൊക്കെ ഉണ്ടാവും ഒരുവിധ വിഷയം. അത് ഉമ്മ മാക്സിയൊക്കെ എടുത്തിട്ടൊക്കെ കയറിയിരിക്കുന്നത്, പടച്ചോനെ കുടുങ്ങിയ. പിന്നെ അതാ മത്താത്തുണ്ട്, അയലൊക്കെക്കാരുണ്ട്. പിന്നെ ഇതാണ് ഉപ്പാടെ അളിയൻ വരുന്നത്, നമ്മളെ പാലക്കാട്ടിലെ. പിന്നെ ഇത് അവസാനം ഫൈനലി ഉപ്പ കയറി, അതാണ് കേട്ടോ. മാഷാ അല്ലാഹ്, ഞാൻ എന്തായാലും ഉപ്പ ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അളിയൻ പറഞ്ഞിട്ട് കയറിയത്. നമ്മൾ റീനുവിൻ്റെ വൈഫ് ഇതാ. ഓക്കെ, ഇത് നമ്മളെ തായൻ്റെ വൈഫും കുട്ടിയും പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറുന്നുണ്ട്. എന്തായാലും മാഷാ അല്ലാഹ്, നമ്മളെല്ലാം വിചാരിച്ച മാതിരി തന്നെ നമ്മളെ കറക്റ്റ് ടൈമിന് തന്നെ തായറുത കയറുന്നു. വെള്ളമൊക്കെ ഞാൻ ഏൽപ്പിച്ചായിരുന്നു കേട്ടോ, വെള്ളക്കുപ്പികളെ. കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളം വെള്ളം നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി വഴിക്കൊന്നൊക്കെ ഈ പുലർച്ചയ്ക്ക് പോകുമ്പോൾ വെള്ളം കിട്ടിയില്ലെങ്കിൽ പ്രശ്നമില്ല, കുട്ടികളും മക്കളൊക്കെ ഉള്ളതല്ലേ. ഓക്കെ, അപ്പോൾ മക്കളെ ഇതാണ് നമ്മൾ വന്ന ബസ്. ബസ്സിന്റെ പേരെന്തിരിക്കുന്നത്? വട്ടത്തൂർ അല്ലേ? വട്ടത്തൂർ. ഇതാണ് നമ്മുടെ ബസ്. നമുക്ക് അതിന്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം. ബിലാല് നേരെ ബസ്സിന്റെ മുന്നിൽ ഐശ്വര്യമായിട്ട് നിൽക്കുന്നുണ്ട്. കുട്ടിനെ അവളെ കൊടുക്കടാ. ഞാൻ കുട്ടിനെ വാങ്ങട്ടെ, ഷാഹിന കുട്ടിനെ അത് ചോദിക്കണം നമുക്ക്. എന്നാ കുട്ടിനായിട്ട് ഇറക്ക്. അല്ലേ നമ്മുടെ ബസ്സിന്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാണ്. ബസ് എവിടെ, എങ്ങനെ, എന്തൊക്കെയാ പറഞ്ഞാണ്? വട്ടത്തൂര്, ചങ്ങനകുളം, കുന്നുകുളം കഴിഞ്ഞിട്ടുള്ളത്. നമുക്ക് വേറെ കുറെ വണ്ടികളില്ലേ? 3 ദിവസം നല്ല പരിപാടി ഉണ്ട്. അപ്പൊ മക്കളെ, നമുക്ക് എന്തായാലും ബസ്സിന്റെ ഉള്ളൊന്ന് കാണിച്ചു തരാം. ഇതാ ബസ്സിലൊരു ഒരു കുട്ടൻ നിൽക്കുന്നുണ്ട്. നമ്മുടെ ബസ്സിന്റെ ഡ്രൈവറാണ്. ഹായ്, എന്തൊക്കെയാ? അടിപൊളിയല്ലേ? നമ്മുടെ ബസ് എങ്ങനെ വൈബല്ലേ? എന്താ നൈസാ. അപ്പൊ ഞാൻ ഇതിന്റെ ഉള്ളൊന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. ആ മക്കളെ, ഞാൻ ആൾക്കാരെ ഒഴിഞ്ഞിട്ട് വിശദമായിട്ടൊന്ന് കാണിച്ചു തരാച്ചിട്ടായിരുന്നു. ഈ ഫുള്ള് AC ആണ് ബസ്. ഇതാണ് നമ്മുടെ ബസ്സിന്റെ നിലവിലെ സെറ്റപ്പ് ഇതാണ്. അപ്പൊ ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കാൻ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കാഴ്ചകളിലേക്ക് ഇറക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ബസ്സിന്റെ സെറ്റപ്പ് ഇതാണ് കേട്ടോ. ബസ്സിന്റെ പേര് വട്ടത്തൂരാണ് അല്ലേ? വട്ടത്തൂരാണ് ബസ്സിന്റെ പേര് വരുന്നത്. കഴിക്കണെന്താ? ഭൂരി. നിങ്ങളോ? ദോശ. രണ്ട് ക്ഷീണുണ്ടോ? ഉണ്ടോ? ഞാൻ പൊറാട്ട. നമുക്ക് തകർക്കണ്ടേ? ഞാൻ അവിടെ പോയിട്ട് ബിരിയാണി എന്നാണ് നമുക്ക്. കുട്ടികളൊക്കെ അറിയിപ്പിക്കുന്ന ബിരിയാണിയാണ്. എല്ലാവരും കുട്ടികളെ എടുക്കാതെയാണ് പോയത്. എന്താ കയ്യിൽ എന്താ പറയുള്ളത്? ആ ശരിയല്ലോ ഇത്. നിങ്ങൾക്ക് എന്താ പറയല്? അതൊക്കെ ഉറങ്ങി നീച്ച് വരികയാണ്. അതാണ് കുട്ടികൾക്ക് എപ്പോഴും പരട സ്നേഹം അല്ലേ? അത് എല്ലാത്തൊരു മോഹബത്താണ് കുട്ടികൾക്ക്. നമ്മളിതാ ഫുഡ് കഴിക്കാൻ ഇതാ ഒരു റെസ്റ്റോറന്റിൽ നിർത്തിയിട്ടുണ്ട്. എല്ലാവരും ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ബസ്സിന്റെ ഡീറ്റെയിൽ ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചോദിക്കാൻ വേണ്ടി നിർത്തിയാണ്. അപ്പൊ നമ്മൾ ഉള്ളിൽ പോയിട്ട് ബാക്കി എന്തൊക്കെയാ ഫുഡ് കാര്യങ്ങളെന്നൊക്കെ ഒന്ന് കാണാം. അങ്ങനെ ഗൈസ്, നമ്മളെ ഫാമിലി കുടുംബമൊക്കെ പാടെ ബസ്സിൽ വരുന്ന കാണുമ്പോൾ നമുക്ക് എന്തായാലും ഭയങ്കര മിസ്സിങ് ആണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ബസ് നമുക്ക് നല്ലൊരു കിട്ടലാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച റേറ്റിൽ നല്ല AC, നല്ല വൃത്തിയുള്ള ബസ്, അതായത് യാത്ര ചെയ്യാനൊക്കെ നല്ല സൗകര്യമാണെന്ന് പറഞ്ഞ് നാട്ടിലൊക്കെ ചോദിച്ചപ്പോൾ അത്യാവശ്യം റേറ്റ് പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്കൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത റേറ്റിലെ നാട്ടിലൊക്കെ പറഞ്ഞു. ഇത് റേറ്റ് പറയുന്നില്ല, പക്ഷെ എന്തായാലും കുഴപ്പമില്ല. എന്താ വെച്ചാൽ ഒരു ആദ്യം തന്നെ പറഞ്ഞ റേറ്റിൽ നമുക്ക് ഓക്കെ ആയിരുന്നു. ഓക്കെ,
അപ്പോൾ എന്തായാലും ബസ്സൊക്കെ അടിപൊളിയാണ്. അവരുടെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതിൽ കൊടുക്കുന്നുണ്ട്. വട്ടത്തൂര് പിന്നെ ചങ്ങരംകുളത്താണ് അവരുടെ ഫുള്ള് ഇത് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് അവർക്ക് ബസ് ഒന്നും മാത്രമല്ല 2-3 ബസ്സും കാര്യങ്ങളും ട്രാവലറും ഒക്കെ ഉണ്ട്. എന്തായാലും ബസ് മാഷാ അല്ലാഹ് പൊളിയാണ്. അതിൽ യാത്ര ചെയ്യാനും, കാരണം നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ബസ് തന്നെ വേണം. വരുന്ന ആളുകൾക്ക് ഒരിക്കലും ചടക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പൈസ ആയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം യാത്ര ചെയ്ത് ആരും അവിടെ പോയിട്ട് നമ്മളവിടേക്ക് വന്നിട്ട് ഞങ്ങൾ ചടച്ചു എന്നാരും പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യാത്ര സുഖകരമാക്കാൻ നമ്മൾ ആ ബസ് തന്നെ ഏൽപ്പിച്ചത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഏൽപ്പിച്ചത് നമ്മളൊരു നോൺ AC ബസ്സാണ്. അതിലെന്തായാലും പോക്ക് നടക്കൂല. നമ്മൾ വിചാരിച്ചെന്താ വെച്ചാൽ AC തന്നെ വിചാരിച്ചു. പക്ഷെ അവസാന നിമിഷത്തിൽ കാണത് അവരത് നോൺ AC ആണെന്ന് പറഞ്ഞത്. പെട്ടെന്ന് മാറ്റിയതാണ് കേട്ടോ. എന്തായാലും ഗൈസ് അവരൊക്കെ യാത്ര തിരിച്ച് ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ വരുന്നുണ്ട്. ഞങ്ങൾ ഈ നേരം വരെ ഒന്നും കഴിച്ചിട്ടില്ല, ഒരു കട്ടൻ ചായ കുടിച്ചൊന്നും അല്ലാതെ. ഓക്കെ, അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര നെല്ലിബിള് കുറച്ച് പൂളപ്പൊരി ഇതിൽ വെച്ചിരുന്നത് തിന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഗ്യാസ് കയറി എന്തൊക്കെയോ അവസ്ഥയിലാണ്. എന്തായാലും മക്കളെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോസിൽ നമ്മൾ കൊല്ലത്തേക്ക് എത്തണതാവും. അവിടുത്തെ ഒരു വണ്ടിയിൽ ഒരുവിധം വീഡിയോസൊക്കെ നമ്മൾ ചെക്കന്മാർ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ലാതെ അവിടുത്തെ ചെക്കന്മാരെ ചാനലിൽ കൂടെ ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ ഒരുവിധം നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കട്ടൊക്കെ എടുത്തോലെ എനിക്ക് വിട്ടുതരാൻ പറഞ്ഞു, കാരണം നമ്മളെ പ്രേക്ഷകർക്കും കാണാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പം എന്തായാലും എല്ലാം വൃത്തിക്ക് തന്നെ നടക്കുന്നുണ്ട്. ഉപ്പ വന്നതാണ് മെയിൻ കാര്യം. ഉപ്പ നമ്മൾ വരില്ല എന്ന് വിചാരിച്ചതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നാലും ഞങ്ങൾ വരുന്നില്ല അങ്ങനെ എന്തോ അറിയില്ല. അപ്പോൾ എന്തായാലും കയറിയിരിക്കണേ അല്ലേ. ഇനി അധികമൊന്നും പറയാനില്ല. എല്ലാം നല്ല രീതിക്ക് തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ സേഫായിട്ട് അവിടെ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ അവരെക്കാളും കുറച്ച് മുന്നേ ഇറങ്ങിയോണ്ട് നമ്മൾ കുറച്ച് മുമ്പിലാണ്. വല്ലാതെ ഒന്നും മുമ്പിലല്ല, കുറേയൊക്കെ ഉറങ്ങിയിട്ടും ഇതാക്കിയിട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഇൻഷാ അല്ലാഹ് ചക്കര നാട്ടിലെ കല്യാണം വേറൊരു കൾച്ചറും എല്ലാം കാണാൻ വേണ്ടി പോവുകയാണ്. അവിടുത്തെ രീതിയും ആചാരങ്ങളും അവിടുത്തെ ഓരോ സംഭവങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. അവിടെ എന്തൊക്കെയോ പരിപാടി പ്രോഗ്രാമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഫുള്ള് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് പണിയൊക്കെ ഒഴിവാക്കിയല്ല, പണിയുടെ ഇടയിൽ കൂടെ, അതായത് ജോലിയുടെ ഇടയിൽ കൂടെയും അടുക്കള പണിയുടെ ഇടയിൽ കൂടെ ഒക്കെ നമ്മൾ വീഡിയോ വാച്ച് ചെയ്തോളൂ. മിനിറ്റുകൾക്ക് അടക്കം. In 400 meters, turn left onto State Highway 8.